ഹലോ, അപ്പോൾ ഈ ഒരു വ്ലോഗ് വന്നിട്ട് മാർച്ച് 22-ന് സോയിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്നത്തെ ദിവസത്തെ വ്ലോഗാണ്. പിന്നെ നമ്മളെ വീട്ടിൽ ചെറിയൊരു നോമ്പുത്രയും ഉണ്ടായിരുന്നു. ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് തന്നെ നോമ്പുത്രയോട് കൂടിയിട്ടായിരുന്നു. ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര്, അതുപോലെ തറവാട്ടിൽ പിന്നെ പൂച്ചി കുഞ്ഞോള്, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉള്ളൊരു കുഞ്ഞു നോമ്പുത്ര. അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വ്ലോഗിലുള്ളത്. അപ്പോൾ ബർത്ത്ഡേ ഡെക്കോർ ചെയ്യാനായിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ബർത്ത്ഡേ കിറ്റാണ് കേട്ടോ അത്. ഹാപ്പി ബർത്ത്ഡേ എന്നെഴുതിയിട്ടുള്ളൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അതുപോലെ 2 നെറ്റ് പീസ് ഉണ്ടായിരുന്നു, പിന്നെ ബലൂൺ ഗ്ലൂ, അതുപോലെ കുറേ ബലൂൺസ് ഉണ്ടായിരുന്നു, അതുപോലെ LED ലൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ബലൂൺ സ്റ്റാപ്പർ, ഹാങ്ങർ. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനാകെ റേറ്റ് വന്നുള്ളത് 230 അങ്ങനെ എന്തോ ആണ് കേട്ടോ. ആ ഒരു റേറ്റിന് എന്തുകൊണ്ടും വേറെ തന്നെയാണ്. അത്രയും ഐറ്റംസാണ് ഉണ്ടായിരുന്നത് ഇതിൽ. നമ്മൾ സെപ്പറേറ്റ് വാങ്ങാനെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ക്യാഷ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ സെറ്റിൽ വന്നിട്ട് ആകെ 230 വന്നിട്ടുള്ളൂ. അങ്ങനെ ബലൂൺസൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ ടൈം വൈകുന്നേരം കഴിക്കുന്നു കേട്ടോ. അങ്ങനെ സോയ്ക്ക് ഞാനിതാ ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നതാണ്. എല്ലാവരും വരാനൊക്കെ ആയി തുടങ്ങിയല്ലോ. അപ്പോൾ ഈ ഒരു ഗോൾഡ് വന്നിട്ട് ഇത് കുഞ്ഞാണി കൊടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. കാക്കാൻ്റെ ഷോപ്പ് ഇപ്പോഴത്തെ കുറച്ച് ദിവസം മുന്നേ ഇനാഗ്രേറ്റ് ചെയ്തതായിരുന്നു. അവിടെ ഗൾഫിൽ അലിഫ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. ഒരു ചെയിൻ ഉണ്ട്, അതുപോലെ പാദസരം ഉണ്ടായിരുന്നു. ആളുടെ സോയിൻ്റെ പഴയ പാദസരാണെങ്കിലും ഭയങ്കര ടൈറ്റ് ആയിക്കണേനും, പിന്നെ ഓള ചെയിനാണെങ്കിലും പൊട്ടിക്കണേനും. അപ്പം അങ്ങനെ കുഞ്ഞാണി കൊടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കുഞ്ഞാൻ്റെ വക ഇതായിരുന്നു. ഇതുപോലത്തെ ഒരു തൊരടിൻ്റെ ഐറ്റം ഇതായിങ്ങാണ്ടുള്ളൊരു ചെയിൻ ഉണ്ടായിരുന്നു, പിന്നെ മുത്തരഞ്ഞാണത്തിൻ്റെ പാദസരമായിരുന്നു. അങ്ങനെ ഞാനതൊക്കെ ഇട്ടുകൊടുത്ത് മാഷാ അല്ലാഹ് അടിപൊളിയൊക്കെ ഉണ്ട്. ആൾക്ക് കറക്റ്റ് സൈസിലാണ് കിട്ടിയിട്ടുള്ളത്. അളവൊക്കെ ഞാനത് വിട്ടുകൊടുത്തതായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ, അതുപോലെ അനിയത്തി, എളാമ്മ, മൂത്തമ്മൊക്കെ കൂടി വന്നു കേട്ടോ. വലിയ എളാമ്മക്ക് പിന്നെ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുപോലെ വല്യപ്പാക്ക് പിന്നെ വീട്ടിൽ തന്നെ നോമ്പറക്കാൻ കേട്ടോ, എങ്ങോട്ട് പോകില്ല നോമ്പൊക്കെ ആയാൽ. അങ്ങനെ പിന്നെ അവരൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇവരൊക്കെ വരുന്നുണ്ടെന്ന് ഹായ് പറഞ്ഞിരുന്നു. ഉമ്മമ്മക്ക് വരുന്നതെന്ന് പറഞ്ഞാണ്ട് ഞാനിപ്പോൾ താഴേക്ക് ഇറങ്ങിയതായിരുന്നു. പിന്നെ മുറ്റത്താണെങ്കിൽ കുട്ടികൾ ടേബിൾ കസേര ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന തിരക്കിലായിരുന്നു. ഉപ്പ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു കേട്ടോ, എങ്ങനെ ഇടേണ്ടിയിൽ നിന്നൊക്കെ. അങ്ങനെ ഉപ്പയുണ്ടായിരുന്നു അവിടെ പുറത്ത്. അതുപോലെ കിച്ചണിലാണെങ്കിൽ പൂച്ചി, കുഞ്ഞമ്മായി, കുഞ്ഞോളെല്ലാവരും എല്ലാവരും കൂടി നിന്നിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യലായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനില്ലായിരുന്നു. ഫുഡ് ഐറ്റംസ് മൊത്തം ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. നമുക്കിത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ, അതുപോലെ ജ്യൂസ് അടിക്കൽ, ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രമുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് നോമ്പർപ്പിക്കൽ വലിയൊരിതായിട്ട് തോന്നിയില്ല. മറ്റേത് നോമ്പ് നോറ്റാണ്ട് ഇതെല്ലാം ചെയ്യലും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം ഇതൊക്കെ ആവുമല്ലോ. അങ്ങനെ ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡ് ഇതൊക്കെ എടുത്ത് വെക്കാനുള്ള ടൈമായിട്ടോ, വാങ്ങി കൊടുക്കാനുള്ള ടൈമായപ്പോൾ എല്ലാവരും കൂടിയാണ് കേട്ടോ. എല്ലാവരും കൂടി നിന്നിട്ടാണ് തറവാട്ടിലെത്തുന്ന. കുഞ്ഞുമായി എളാമാരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എളാപ്പാൻ്റെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ പൊരി ഐറ്റംസും ഇതൊക്കെ എത്തിക്കുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് വെക്കുന്ന തിരക്കിലായിരുന്നു. എല്ലാവരുടെ പ്ലേറ്റിലൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നതായിരുന്നു. പിന്നെ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് വെക്കുന്നതാണ്. അപ്പോൾ മുറ്റത്താണ് കേട്ടോ. മുറ്റത്ത് നമ്മൾ പുറത്തെ പോർച്ചിൻ്റെ അവിടെ ആയിട്ടായിരുന്നു ടേബിളൊക്കെ വെച്ചിട്ടുള്ളത്. കുറേ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, കുറച്ച് പേരേ ഉള്ളായിരുന്നു. കൂടുതൽ കുട്ടികളൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇരിക്കാനായിട്ട് ടേബിളൊക്കെ ഇവിടെ ഇട്ടിങ്ങനെ. പിന്നെ ചെറിയ കുട്ടിപ്പടകൾ എല്ലാവർക്കും കൂടി അവിടെ പിന്നെ ടേബിളിൽ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ പിന്നെ കിച്ചണിൽ ഇരുത്തിട്ടോ. എല്ലാവരും കൂടി വട്ടത്തിൽ അവർക്കുള്ളതൊക്കെ കൊടുത്താണ്ട് ഓരവിടെ ഇരുത്തിയിരിക്കുന്നത്. പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് തന്നലിൻ്റെ 2 അമ്മമാരുണ്ടായിരുന്നു. അമ്മമാരും അതുപോലെ അമ്മമാരെ 2-3 മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ പിന്നെ നമ്മളെല്ലാ പരിപാടിക്കും ഉണ്ടാവും, എല്ലാ വ്ലോഗിലും കാണുന്നുണ്ടാവും. അങ്ങനെ ഒരു ഇല്ലാത്ത പരിപാടിയില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി പിന്നെ പോയിരിക്കുന്നതിലാണ്. പിന്നെ ഉമ്മാനും ഇവരൊക്കെ ഞാൻ വാങ്ങി കൊടുക്കാൻ ടൈമായി. അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതായിരുന്നു.
ഓരോടെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ പൂച്ച വന്നാണ്ട് വിളിക്കുന്നതായിരുന്നു. അങ്ങനെ വാങ്ങി കൊടുക്കാനുള്ള ടൈമായി. എല്ലാവരും ഇരുന്നിങ്ങനെ കേട്ടോ, കുട്ടികൾ അതുപോലെ പിന്നെ അമ്മമാരും ഒക്കെ ഇരുന്നിങ്ങനെ. പിന്നെ വാങ്ങി കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്നു. ഞാനിതാ പിന്നെ ഉമ്മാൻ്റെ ഇവരെ കൂടെ ആയിരുന്നു ഇരുന്നിട്ടുള്ളത്. അങ്ങനെ ഞാനും നോമ്പൊക്കെ തുറന്നു. പിന്നെ കുറച്ച് ആൾക്കാർ ഇതാ ഇവിടെ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നുകൊണ്ട് ഇതാ നോമ്പൊക്കെ തുറന്ന്. അങ്ങനെ നോമ്പ് തുറക്കൽ കഴിഞ്ഞാൽ മെയിൻ ടാസ്ക് തന്നെയാണ്. ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ടാവും കേട്ടോ കഴുകാനായിട്ട്. ഇന്ന് പിന്നെ കുറച്ച് കൂടുതലും ഉണ്ടാവും. കുറച്ച് സ്പെഷ്യൽ തന്നെയാണല്ലോ, നോമ്പ് തുറപ്പിക്കലാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പാത്രങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ആയിട്ടാണോ പിന്നെ കഴിക്കിട്ടുള്ളത്. കുറേ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ പാർസൽ പ്ലേറ്റ് ഗ്ലാസ് ഇതൊക്കെ തന്നെയാണോ ജ്യൂസിനും എല്ലാത്തിനും എടുത്തിട്ടുള്ളത്. എന്നാലും ഗ്ലാസ്സായിട്ടും പ്ലേറ്റുകളായിട്ടും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ജഗ്ഗും ആ ഒരു സമയം നോമ്പ് തുറക്കൽ ഇതൊക്കെ കഴിഞ്ഞ പാട് മെയിനായിട്ടുള്ള പരിപാടി അത് തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ ഇടയിൽ ഓരോരുത്തർ അങ്ങനെ പോയിട്ട് നിസ്കരിക്കാനൊക്കെ പോയിരുന്നു. ഉമ്മാക്കൊക്കെ ഞാൻ നിസ്കരിപ്പായൊക്കെ എടുത്ത് കൊടുത്തിരുന്നു. പിന്നെ മുകളിലത്തെ ഹോളിൽ ചെക്കന്മാരൊക്കെ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ വിളമ്പിയിട്ടുള്ളത്. അപ്പോൾ ബിരിയാണി അതുപോലെ പൊറാട്ട പിന്നെ പത്തിരി അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഇതാ ടേബിളിലൊക്കെ വെച്ചിട്ട് പിന്നെ എല്ലാവരും ഇതാ ഇരിക്കുന്നതാണ്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കേക്ക് എത്തിയിട്ടുള്ളത്. കേക്ക് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതായിരുന്നു കേട്ടോ, നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്നാൽ മതി എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറേ കുട്ടിപ്പടകൾ ഉള്ളതുകൊണ്ട് തന്നെ കേക്ക് ആകെ പണിയാക്കി തരും. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഇന്നിപ്പോൾ നോമ്പ് തുറക്കലും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സാധനം ഫ്രിഡ്ജിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ വെക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പരിപാടിൻ്റെ കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈം നോക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഒരു കൊടുത്തിട്ടുള്ളതും. പിന്നെ ഇതിപ്പോൾ കേക്ക് സിനുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ ആട്ടോ ഉണ്ടാക്കുന്നത്, അതായത് എൻ്റെ അനിയത്തിൻ്റെ. അങ്ങനെ അതാ ഓരോ നാട്ടോ ഒരുവിധം എൻ്റെ എല്ലാ പരിപാടിക്കും കൊണ്ടു തരാറുള്ളത്. ഓരോരുത്തർ തന്നെയാണ് ഞാൻ ഓർഡർ ആക്കാറുള്ളത്. ഹൈൻഡി പപ്പൂസിൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് അതുപോലെ മോം ടൂബിക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇവരെ കയ്യിൽ തന്നെ ആയിരുന്നു കേക്കിൻ്റെ ഓർഡറൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ കേക്ക് ഇതൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നു. കേക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു 8 പീസ് കപ്പ് കേക്കും അതിൻ്റെ കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കുട്ടികളൊക്കെ പിന്നെ എല്ലാം കാണാനായിട്ട് വന്ന് നോക്കുന്നതാണ് കേട്ടോ. ഒരു ബർത്ത്ഡേ ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങിനുള്ള ടൈം ആയപ്പോൾ ഞാനും സോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ഓൾക്ക് ഞാൻ നേരത്തെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഓൾക്ക് ഈ ഒരു ഡ്രസ്സൊന്നും തീരെ പറ്റില്ല. പിന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ള മൂടേനെ അങ്ങോട്ട് പോവും. ആൾ ഭയങ്കര കരച്ചിലാവും കേട്ടോ. ഇങ്ങനത്തെ ഡ്രസ്സൊന്നും കുട്ടികൾക്ക് അധികം ടൈം ഇട്ട് നിൽക്കല് കംഫർട്ട് ഉണ്ടാവില്ലല്ലോ. ഒന്നാമത് ഇപ്പോൾ ഇത് ചൂടും ഇതൊക്കെ ആയതുകൊണ്ട് ഞാനിത് ആ ഒരു കറക്റ്റ് ടൈമിലായിരുന്നു ഓൾക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഡ്രസ്സ് ഇതാ ഉള്ള ഡ്രസ്സിനോട് മാച്ച് ആക്കിയിട്ടുള്ളൊരു ഓഫ് വൈറ്റ് ലൈനാണ്. എൻ്റെ റെഡിമെയ്ഡ് എടുത്തതായിരുന്നു. സോയിൻ്റെ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതായിരുന്നു. കോട്ടൺ ബി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു റിലേറ്റീവ് തന്നെയാണ് കേട്ടോ ഇത് ചെയ്ത് തന്നിട്ടുള്ളത്. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ പാടിതാ പിന്നെ ഗിഫ്റ്റ് കൊടുക്കൽ സെറിമണി ആയിരുന്നു കേട്ടോ. പൂവി പൂച്ചി കുഞ്ഞോള് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ അവർ അങ്ങനെ എല്ലാവരും കൂടി ഇതാ ഓരോരുത്തരങ്ങനെ വന്നാണ്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കലായിരുന്നു. സോയാണല്ലോ ഇതാ ഈ ഒരു ടൈമിലൊക്കെ എന്തോ ഹാലിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കൈകൊണ്ട് പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവളേതായാലും നല്ലൊരു ഇതിലായിരുന്നു കേട്ടോ നിന്നിട്ടുള്ളത്, നല്ല മൂഡിലായിരുന്നു. ആൾ ഉറങ്ങിയൊക്കെ എണീറ്റാണ്ട് ഉഷാറായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ സീനില്ലായിരുന്നു. പിന്നെ കുറച്ചത് ഹാപ്പി ബർത്ത്ഡേ എന്നിട്ടുള്ള ആ ഒരു സ്റ്റിക്കറൊക്കെ ആൾ ജസ്റ്റ് വലിച്ചൊക്കെ ചെയ്തിങ്ങനെ കേട്ടോ, അതൊക്കെ അവിടെ പൊട്ടിച്ചിക്കണ. അതൊന്നും പിന്നെ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. എന്നാലും ഓള് നേരത്തെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ മൂത്തമ്മ വന്നു. മൂത്തമ്മാൻ്റെ വകത്ത് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതാണ്. അങ്ങനെ ഓരോരുത്തരങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കില്ലായിരുന്നു.
അങ്ങനെ ഗിഫ്റ്റ് എടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ കേക്ക് ഇതാ കട്ട് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പോകുന്നത്. ആ ഒരു ടാസ്ക് ഇതാ പൂച്ചക്കായിരുന്നു കൊടുത്തിട്ടുള്ളത്. പൂച്ച ഇതാ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കേക്ക് ഫസ്റ്റ് ഇതാ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് സോയ്ക്ക് വായിൽ വെച്ച് കൊടുത്തിട്ട് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ കുട്ടികൾക്കൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ഇതാ ക്ഷമിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഗിഫ്റ്റ് എടുക്കൽ കഴിയുന്നത് വരെ. പിന്നെ ഇതാ കുട്ടികൾ കേക്കിൻ്റെ ഭാഗത്തുനിന്ന് പോയിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാവർക്കും പൂച്ച ഇതാ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതായിരുന്നു. കുട്ടികളെന്നല്ല വലിയവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂറിൻ്റെ കഷ്ടപ്പാട് ഇതാ കുട്ടികൾ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കേട്ടോ. ഒരു ഫുള്ള് ബലൂണൊക്കെ കുറച്ച് നേരം പോലും അവിടെ വെച്ചിട്ടില്ലായിരുന്നു. ഫുള്ള് ഇതാ പൊട്ടിച്ചങ്ങോട്ട് കളഞ്ഞ്. പിന്നെ ഇതെല്ലാം നമ്മൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞില്ല, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ ഇതാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തരങ്ങനെ പോയി. എൻ്റെ ഉമ്മയും ഇവരൊക്കെ ഇതാ പോകാൻ നിൽക്കുന്നതാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇതാ ഞാൻ സോയിൻ്റെ ഗിഫ്റ്റ് ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്താണ്ട് നോക്കുന്നതാണ് കേട്ടോ. സോയ്ക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളായിരുന്നു. ഫസ്റ്റ് ഇതായത് കുഞ്ഞോളതാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ കളറ് ഫ്രോക്ക് വന്നിട്ട് ഗ്രീനും ഒരു ക്രീം കളറും കൂടി ആയിട്ട് അതിൽ ഒരു ബോയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പൂച്ചിൻ്റെതായിരുന്നു. ഒരു ക്രോപ്പ് ടോപ്പ് കേട്ടോ, മാക്സിൻ്റെതായിരുന്നു. ജീനിക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ ഇതാ ഒരു ചപ്പലും ഉണ്ടായിരുന്നു, ഒരു ഫാൻസി ടൈപ്പ് കേട്ടോ. പിന്നെ ഇനി അടുത്ത ഇതാ ഇതിൻ്റെ ഉമ്മ കൊടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. ഈ ഒരു ബഗി പാൻറ്റും അതിൽ ഇതാ ഒരു ഹൂഡി ആയിട്ടുള്ള ഒരു ടോപ്പും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷേ ആൾക്ക് കുറച്ച് എന്തായാലും വലിയ തന്നെ ആവും കണ്ടിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു വൈറ്റ് ഷൂ ഉണ്ടായിരുന്നു, ലൈറ്റ് എത്തുന്ന ഇത് അനിയത്തിൻ്റെ വകയായിരുന്നു. ഒരു ക്യാൻവാസ് ഷൂ ഉണ്ടായിരുന്നു. ഓളിതാ ആ ഒരു മോഡലൊക്കെ ഇതാ ഫസ്റ്റ് ടൈം ആണ്ട് ഇടാൻ പോകുന്നത്. പിന്നെ ഒരു പർപ്പിൾ കളർ ഇതാ ഒരു പാർട്ടി വെയർ ഫ്രോക്ക് വന്നിട്ട് മൂത്തമ്മ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു ഹെവി റെഡ് കളർ ഊഞ്ഞാൽ വന്നിട്ട് ഇതാ ചെറിയളാമ്മൻ്റെ വകയായിരുന്നു. അതുപോലെ ഈ ഒരു ചെയർ ഇതാ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ആൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ചെയർ ഇതാ ഉമ്മാൻ്റെ വകയായിരുന്നു. ഓളെ സൈസിന് പാകത്തൊരു കുഞ്ഞ് ചെയർ ഇട്ടാൽ നല്ലതുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഓൾക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ. പിന്നെ ഇതിൻ്റെ കൂടെ ഇതാ പൂവി കുറേ ചോക്ലേറ്റും ഇതൊക്കെ കൊടുത്തിരുന്നു ഗിഫ്റ്റായിട്ട്. പക്ഷെ അതൊക്കെ ഇതാ പിന്നെ ഗിഫ്റ്റ് ഓപ്പൺ ആക്കിയ ടൈമിൽ തന്നെ എങ്ങോട്ട് പോയിന്നേ കണ്ടിട്ടില്ല. കുട്ടികൾ അപ്പോൾ തന്നെ വാരി കൊണ്ടേക്കണം. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ആൾക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ. അങ്ങനെ ബർത്ത്ഡേ പരിപാടിയൊക്കെ ഇത് അവിടെ കഴിഞ്ഞിട്ടോ. ഇത് പിന്നെ ഞാനിതാ കുറച്ച് മുന്നായിട്ട്, അതായത് ബർത്ത്ഡേന്നൊക്കെ കുറച്ച് ദിവസം മുന്നായിട്ട് ഞാൻ തെന്നലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടൂർക്ക് വരുന്ന മുന്നായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് ഇത് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ ഡെക്കോറൊക്കെ ചെയ്ത് കണ്ടിട്ടാ ഞാൻ തന്നെ ഡെക്കറേഷൻ ചെയ്തതായിരുന്നു. ബലൂണൊക്കെ വെച്ച് വണ്ണൊക്കെ ഇതാ തെർമാക്കോളൊക്കെ വെച്ചിട്ട് വണ്ണെന്നൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഇതാ ഓളെടുത്തിട്ട് ഒരു വൈറ്റ് തീമിൽ ഫോട്ടോസൊക്കെ എടുത്തിരുന്ന്. രസമാണല്ലോ, പിന്നീട് ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ രസമാണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇതൊക്കെ. ആദ്യത വൈറ്റ് ഡ്രസ്സിലായിരുന്നു മുറ്റത്തിരുത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ബലൂണും അതുപോലെ വണ്ണ് നെയ്തിട്ടുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ട്. പിന്നെ ഇത് നെക്സ്റ്റ് ഈ ഒരു പിങ്കും ബ്ലൂവും കൂടിയുള്ള ഈ ഒരു ഡെനീമിൻ്റെ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് നെക്സ്റ്റ് 2 ഡ്രസ്സിൽ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. ഒന്ന് ഇതും ഒന്ന് പിന്നെ ആ ഒരു വൈറ്റും ആയിരുന്നു കേട്ടോ. രണ്ടിലത് ആൾക്ക് പിന്നെ തീരെ ഹെയർ ഇല്ല, അതുകൊണ്ട് അവൾക്ക് ഞാനിത് കൊമ്പൊക്കെ വെച്ചാണ്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് കൊടുത്തതായിരുന്നു. ഡ്രസ്സൊക്കെ ഇങ്ങനെ മാച്ചാക്കിയിട്ടുള്ള ക്രാബൊക്കെ വെച്ച് കൊടുത്താണ്ട് അങ്ങനെ ഇതാ ആളിങ്ങനെ മാഷാഅല്ലാ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിക്കിടാനും ഓള് നല്ല മൂഡിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു.